2020 റിലീസായ ദിസ് ഗായ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ് എന്ന രസകരമായ ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് വളരെ വിഷമത്തിൽ നമ്മുടെ കഥാനായിക സാറ്റോ അവളുടെ സങ്കടങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടാണ്. 8 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവനെ കണ്ടുമുട്ടിയത്. അവൻ പക്ഷെ എന്നെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നല്ല. അവൾ ഇങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെടുമ്പോ ഈ പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. അവളുടെ പെറ്റായ ഒരു ഡോഗിനെ പറ്റിയായിരുന്നു. ഡോഗ് മരിച്ചതിലെ സങ്കടമാണ് അവൾ ഇങ്ങനെ പുലമ്പി തീർക്കുന്നത്. ഇപ്പോ ബാറിലിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് എനിക്ക് എന്റെ ഡോഗിനെ കാണണം, വീണ്ടും അവനെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് പുലമ്പെന്ന് അവളുടെ സംസാരം കേട്ട ഒരാൾ പിന്നെ വഴിയുണ്ടല്ലോ, കുറച്ച് ഉറക്ക ഗുളിക എടുക്കുക, വാരി വലിച്ചങ്ങ് തിന്ന, അങ്ങനെ ചത്ത് പരലോകത്ത് പോകുമ്പോ അവിടെ ആ ഡോഗിനെ കാണാൻ പറ്റുന്നെല്ലാം അയാൾ പറയുന്നത് കേൾക്കുമ്പോ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. താനെന്താടോ ആളെ കളിയാക്കാണെന്ന് ചോദിച്ച് അവൾ അയാളെ തട്ടി താഴെയിട്ട് ഒരു ചവിട്ടും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. സാറ്റോയുടെ തട്ട് കിട്ടി ഈ താഴെ വീണ് കിടക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ കഥാനായകനായ മോക്കാണ്. പാവല്ലേ, നമ്മുടെ നായകന്റെയും നായികയുടെയും ഇൻട്രോ ഈ ലെവലിലായല്ലോ. അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോ സാറ്റോയ്ക്ക് ആകെ ഷോക്ക്. കാരണം അവൾ കഴിഞ്ഞ ദിവസം അടിച്ച മോക്കാണ് അവളുടെ ബോസ് ആയി പുതുതായി അവിടെ ചാർജ് എടുക്കുന്നത്. അവൾ അയ്യോ പണി പാളിയല്ലോ എന്ന ഒരു രീതിയിൽ ഇരിക്കുമ്പോഴേക്കും മോക്ക് അവളെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. പേടിച്ച് വരച്ച് എന്തെങ്കിലും കാരണം കണ്ടെത്തി ഫയർ ചെയ്യുമോ എന്നുള്ള പേടിയിൽ അവിടേക്ക് ചെല്ലുന്ന അവളെ അമ്പരപ്പിച്ചുകൊണ്ട് മോക്ക് അവളോട് സോറി ചോദിക്കാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് വളരെ മോശമായി പെരുമാറി, ഐ എം റിയലി സോറി എന്നൊക്കെ പറയുന്നവൻ എന്റെ തെറ്റ് ആദ്യമായി എന്റെ മുഖത്ത് നോക്കി റിയലൈസ് ചെയ്യിപ്പിച്ചത് നീയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. എന്താണോ താനീ പറയുന്നതെന്ന് പറഞ്ഞ് അവള് മോക്കിനോട് വഴക്കുണ്ടാക്കാനായി പോകുന്നുണ്ടെങ്കിലും അയ്യോ ഇയാള് നിന്റെ ബോസ് അല്ലേ, ശരിയാവില്ല എന്ന് പറഞ്ഞ് സാർ എന്ത് ഈ പറയുന്നത്, നമുക്ക് എങ്ങനെ ഡേറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മളിപ്പോ കണ്ടു പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ, സാറിന്റെ ബോസും കൂടിയല്ല, അതൊന്നും പറ്റില്ല എന്നൊക്കെ അവള് പറഞ്ഞു പോകുമ്പോ പുള്ളിക്കാരൻ വിടുന്ന മട്ടയില്ല. പെറുകെ നടന്ന ശല്യാണ്. ഈവൻ അവളോട് കോഫി ഇട്ട് തരാനായി അവിടെ ഒരു സീനിയർ സ്റ്റാഫ് പറയുമ്പോൾ പോലും അതിനെതിരെ മോക്ക് പ്രതികരിക്കുന്നുണ്ട്. കൂടാതെ അവളുടെ പിറകെ നടന്ന് അവളുടെ ഡോഗ് മരിച്ചത് അവൾക്ക് ഭയങ്കര സങ്കടമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അതുപോലെ ഇനി ഒരു ഡോഗ് മരിക്കരുത്, നമുക്ക് വേഗം തന്നെ നമ്മുടെ കമ്പനിയുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് മരുന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഷോ കാണിക്കുന്നുണ്ട്. ഇവൾക്ക് ഭയങ്കര ശല്യം. ഇയാൾ എന്ത് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നത്, പൊട്ടനാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ, ഇയാളുടെ ഉദ്ദേശം എന്താ എന്നൊന്നും തന്നെ അവൾക്ക് മനസ്സിലാവുന്നില്ല. നേരെ ചൊവ്വെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്ന് മനസ്സിലാവുമ്പോ അവൾ ഒരു അടവെടുക്കുന്നു. സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം സാർ കേൾക്കണ്ടേ, ഇങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആൾക്കാരൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പലതും വിചാരിക്കും, അതുകൊണ്ട് സാർ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായി അവൾ പറയുമ്പോൾ മോക്ക് അത് കേൾക്കുന്നു. അങ്ങനെ ഓഫീസിൽ അവളെ പുള്ളിക്കാരൻ അടുത്ത ദിവസം ശല്യം ചെയ്തില്ലെങ്കിലും അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് അവൾക്ക് ആകെപ്പാടെ കൊളീഗായ മിഷിമ മാത്രമാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അവൾക്ക് അല്ലാതെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അവിടെ വേണ്ടപ്പെട്ടവരാരുമില്ല. അവൾക്ക് ബോയ് ഫ്രണ്ട് അല്ല. അങ്ങനെ വളരെ ലോൺലി ആയി അന്ന് വീട്ടിലെത്തി കേക്ക് മുറിക്കാനായി ഇരിക്കുന്ന സമയത്താണ് അവളുടെ വീടിന്റെ വെളിയിലായി മോക്ക് നിൽക്കുന്നതും അവൾക്കായി ബൊക്കെ കൊണ്ടുവന്നതും ഒക്കെ അവൾ കാണുന്നത്. പക്ഷെ മോക്കിനെ ഓൾറെഡി ഇയാൾ എന്ത് വന്ന് കയറി പട തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്ന ഇറിറ്റേഷൻ ഉള്ളവൾ മൈൻഡ് ആക്കാതിരിക്കാനായി അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുന്നു. ആ മഴയും വകവെക്കാതെ മോക്ക് അവിടെ മഴ കൊണ്ട് നിൽക്കുമ്പോഴും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിന്റെ പേരിൽ കള്ളനാണോ സൈക്കോ ആണോ എന്നറിയില്ല എന്ന് പറഞ്ഞ് അയൽവക്കക്കാര് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോ പോലീസ് വന്ന് നോക്കുന്നത് കാണുന്ന സാറ്റോ വേഗം തന്നെ അവിടെ ഇറങ്ങി ചെന്ന് സോറി സാർ ഇത് എന്റെ ബോയ് ഫ്രണ്ടാ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകുന്ന ടീം എന്തിനിപ്പോ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാമെന്നും നിനക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ആരില്ലാത്തത് കൊണ്ട് ഞാൻ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണെന്നൊക്കെ മോക്ക് പറയുമ്പോ സാറ്റോ അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എന്തായാലും പിന്നീട് ഫ്രണ്ടിന് തന്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് നൽകാനായി മിഷിമയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് സാറ്റോ പോകുന്നുണ്ട്. അവിടെ മിഷിമയുടെ സുഹൃത്തുക്കളായ 2 പേരെ കാണുന്നു. അവരാണെങ്കിൽ ഭയങ്കര സംസാരവും ഭയങ്കര അലമ്പും. ഈ സമയത്ത് ഇതിലും ഭേദം ആ മോക്കാണല്ലോ എന്ന് വിചാരിച്ച് അവൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോക്ക് അവിടെ ഇവളെ ഫോളോ ചെയ്ത് വന്ന് ഇതെല്ലാം കാണുന്ന കാര്യം അവൾ നോട്ടീസ് ചെയ്യുന്നത്. വേഗം തന്നെ അവനെ കാണാത്ത രീതിയിൽ തിരിഞ്ഞിരിക്കുന്നവൾ ഈ പയ്യന്മാര് യഥാർത്ഥത്തില് മിഷിമയുടെ നല്ല സുഹൃത്തുക്കളല്ല, മറിച്ച് അവളുടെ സുഹൃത്തുക്കളാണെന്ന ഭാവത്തില് ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ചോർത്താനായി വന്നവരാണെന്നും അതായത് അതിനായിട്ടാണ് ഇവളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടി നടന്നതെന്നും ഇപ്പൊ തന്നെ ഇവരെ ഡ്രിങ്ക്സ് അടിപ്പിച്ച് ഫിറ്റാക്കി ഇവരിൽ നിന്ന് കമ്പനിയുടെ ചില ഡീറ്റെയിൽസ് എടുക്കാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്നും മനസ്സിലാക്കുന്നവൾ അവരോട് രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവർ കൊടുത്ത ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് അത് കുടിച്ച് സാറ്റോയ്ക്ക് വയ്യാഴിക വരുമ്പോ മോക്കാണ് അവളെ വേഗം അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ പിന്നീട് ബോധം തെളിയുമ്പോ അവന്റെ വീട്ടിലാണ് അവൾ എന്ന് കാണുമ്പോഴേ അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. ഇയാൾ വന്നപ്പോ തൊട്ട് എന്നോട് ഭയങ്കര അടുപ്പമായിട്ടാണ് പെരുമാറുന്നത്, ഇയാളുടെ വീട്ടിലാണ് ഞാനെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണമെന്നുള്ള രീതിയിൽ അവൾ പോകാനായി നിൽക്കുമ്പോ അപ്പോഴും മോക്ക് അത് കണ്ട് അവളോട് കാര്യമായി പെരുമാറുന്നു. എനിക്ക് നിന്നെ എന്താ ഇത്ര ഇഷ്ടം എന്നറിയാവോ, എന്റെ അടുത്ത് എല്ലാ ആളുകളും ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, ആരും ഞാൻ എന്ത് പറഞ്ഞാലും മറുത്തൊന്നും പറയാനോ എന്നെ തിരുത്താനോ ഒന്നും നോക്കിയിട്ടില്ല, എപ്പോഴും എന്നെ പ്രശംസിച്ചോണ്ടേയിരിക്കും. പക്ഷെ നീ അങ്ങനെയല്ല, എന്നോട് വളരെ ജെന്യുവൻ ആയിട്ട് സംസാരിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്
എന്താണെന്നെല്ലാം അവൻ പറയുന്ന ടീം പെട്ടെന്ന് അവളുടെ ഭാവം മാറുന്നു. അവനെ പ്രശംസിച്ച് സംസാരിക്കാനായി തുടങ്ങുന്നു. ഇത് കണ്ടോ, എനിക്ക് പ്രശംസ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ നീ ആ രീതിയിൽ സംസാരിക്കുന്ന കണ്ടോ എന്നും പറഞ്ഞ് അവൻ അതും വളരെ രസകരമായ ഒരു തമാശയായി എടുക്കാണ്. ഇയാളോട് സംസാരിച്ചെന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാവുന്ന അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അടുത്ത ദിവസം ഓഫീസിലേക്ക് നേരെ ചെന്ന് മോക്കിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാനായി സാറ്റോ ശ്രമിക്കുമ്പോൾ മോക്ക് അതിന് സമ്മതിക്കുന്നില്ല. അയ്യോ നീ ഇവിടുന്ന് പോരുതെന്ന് പറഞ്ഞു വല്ലാണ്ട് വീണ്ടും ശല്യപ്പെടുത്തുമ്പോൾ അവൾ അവിടെ നിന്ന് വെപ്രാളത്തിൽ മാറാൻ നോക്കുമ്പോൾ മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട്. കാലിന്റെ മുട്ടൊരയുമ്പോൾ പിന്നെ മോക്ക് തന്നെയാണ് അതിന് മരുന്ന് വെച്ച് കൊടുക്കുന്നത്. പ്ലീസ് ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് പോകരുതെന്നും അടുത്ത ആഴ്ച തന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, പ്രത്യേകം അതിൽ വരണമെന്നുമെല്ലാം മോക്ക് ക്ഷണിക്കുമ്പോൾ വരാനേ പോകുന്നില്ല എന്നും പറഞ്ഞ് ആ ഇൻവിറ്റേഷൻ കാർഡ് തിരിച്ചു കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ ഫോളോ ചെയ്ത് ഒരാൾ വരുന്നുണ്ടായിരുന്നു. അയാൾ മോക്കിന്റെ PA ആണെന്നാണ് പരിചയപ്പെടുത്തുന്നത്. മോക്കിപ്പോ സാറ്റോയുടെ പിറകെ നടക്കുന്നത് താൻ അറിഞ്ഞുവെന്നും ദയവ് ചെയ്ത് മോക്കിനെ പ്രണയിച്ചേക്കല്ലും അത് മോക്കിന് തന്നെ ചിലപ്പോൾ ആപത്താകുന്നെല്ലാം അയാൾ പറയുമ്പോൾ ഫ്രീ ആയിട്ട് തന്നാലും അയാളെ എനിക്ക് പ്രേമിക്കാനേ വേണ്ട, എന്റെ കണ്ടകശനിക്ക് എന്ന് ഞാൻ അയാളെ കണ്ടുപിട്ടിയോ അന്ന് മുതൽ ഭയങ്കര തൊല്ലയാണെന്ന് പറഞ്ഞ് അവള് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അങ്ങനെ അവന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ദിവസം എത്തുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി അവളുടെ താമസ സ്ഥലത്തേക്ക് മോക്കിന്റെ PAയും കാറുമായി വരുന്നു. താൻ എന്താടോ പറഞ്ഞത്? താൻ അല്ലേടോ പറഞ്ഞത് അന്ന് തന്റെ ബോസുമായിട്ട് ഞാൻ പ്രണയിക്കരുത് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, എന്നിട്ട് ഇപ്പൊ താൻ എന്താ ഈ കാറും കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് നോക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാലായിരിക്കും എന്റെ ബോസിന് കൂടുതൽ താല്പര്യം തോന്നുക, മറിച്ച് ബോസിന്റെ മുന്നിൽ വന്ന് ബോസിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറി ബോസിനെ വായി വരുന്നതൊക്കെ പറഞ്ഞ് അലമ്പാക്കിയിട്ട് പോയാല് ബോസ് എന്തായാലും നിങ്ങളെ വെറുക്കും, പ്രണയിക്കാനേ പോകുന്നില്ല എന്ന് PA പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് സാറ്റോയ്ക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം റെഡിയായി മോക്കിന്റെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. അങ്ങനെ അവിടെ എത്തുന്ന അവളെ കണ്ട് വളരെ ഹാപ്പി ആവുന്ന മോക്ക് അവൾ തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവന്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര അമ്പരം. അങ്ങനെ പാർട്ടിക്കിടയിൽ അവരുടെ കമ്പനിയുടെ തന്നെ വലിയൊരു ക്ലയന്റും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ സാറ്റോയെ കണ്ടപാടെ തന്നെ ആകെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ചെന്ന് കുറച്ച് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ മോക്ക് അത് കണ്ട് പുള്ളിക്കാരന്റെ ദേഹത്തേക്ക് ഡ്രിങ്ക്സ് എടുത്തൊഴിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കാണുന്ന സാറ്റോ വേഗം തന്നെ മോക്കിന്റെ ദേഹത്തേക്ക് ഡ്രിങ്ക്സ് എടുത്തൊഴിച്ച് ആ ക്ലയന്റിനെ സന്തോഷിപ്പിക്കുന്നു. അതിനുശേഷം മോക്കുമായി വെളിയിലേക്ക് വന്ന് ഞാൻ ഈ ചെയ്തത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാ, പുള്ളി നമ്മുടെ കമ്പനിയുടെ വലിയൊരു ക്ലയന്റാ, അപ്പൊ പുള്ളിക്ക് ഒരു ദേഷ്യം ഉണ്ടാവാതിരിക്കാനായി അങ്ങനെ ചെയ്തു പോയതാണെന്ന് അവൾ സംസാരിക്കുമ്പോൾ പുള്ളി ആരാണ് എന്താണ് എന്ന് അറിഞ്ഞിട്ടൊക്കെ തന്നെ ഞാൻ പുള്ളിയോട് അങ്ങനെ പെരുമാറിയത്, പുള്ളി നിന്നോട് അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനായി എനിക്ക് കഴിയില്ല എന്ന് അവൻ ക്ലാരിഫൈ ചെയ്യുന്നു. അവളാകട്ടെ അധികം നേരം അവിടെ നിൽക്കാതെ പിന്നീട് വേഗം പുറപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന സമയത്ത് അസിസ്റ്റന്റ് ആണ് കൂട്ടിക്കൊണ്ട് വന്ന കണക്ക് കൊണ്ടുവിടുന്നത്. അവൾക്ക് എന്തായാലും ബർത്ത്ഡേക്ക് വന്നു, ഒരു ബർത്ത്ഡേ വിഷ് പോലും താൻ ചെയ്തില്ലല്ലോ, മോശമായി പോയില്ലേ എന്നിങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വീടിന്റെ അവിടെ ഇറങ്ങുമ്പോഴേക്കും എല്ലാം താൻ കാരണം മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു കൊണ്ടുപോകേണ്ടത്, അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് വലിയ ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. വീണ്ടും മോക്കിന് സാറ്റോയെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ന പേരിൽ അസിസ്റ്റന്റ് അവളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മോക്കിന്റെ അടുത്തേക്ക് കൂടുതലായി സാറ്റോയെ എത്തിക്കുന്ന കണക്കാണ് വന്ന് അവസാനിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോഴാണ് അവൾ അറിയാത്ത ഒരു കാര്യം നമ്മൾ കാണുന്നത്. ആക്ച്വലി ഈ അസിസ്റ്റന്റ് ഇതൊക്കെ ചെയ്യുന്നത് സാറ്റോ തന്നിലേക്ക് എത്താനായി മോക്ക് പറഞ്ഞത് പ്രകാരമാണ്. സാറ്റോയ്ക്ക് മോക്കിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ആദ്യം അവര് ശ്രമിച്ചത്. അവൾക്ക് ഇഷ്ടമില്ല എന്ന് അവൾ പറഞ്ഞെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല എന്ന് അവൾ ഓൾറെഡി ഉറപ്പിച്ച് പറഞ്ഞെങ്കിലും അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. അവൾ ഇല്ലാന്ന് പറഞ്ഞ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ടായിരുന്നു പിന്നീടുള്ള അവരുടെ ശ്രമം. എന്തായാലും പറഞ്ഞു വന്നത് സാറ്റോ അറിയാതെ തന്നെ PA മോക്കിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ അന്ന് പാർട്ടിക്കിടയിൽ തന്റെ കമ്മൽ അവിടെ അറിയാതെ ഊരി വീണപ്പോ അത് ശ്രദ്ധിക്കാതെയാണ് സാറ്റു തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം ഇനി ഓഫീസിൽ എങ്ങാണോ കമ്മൽ മിസ്സാക്കിയതെന്ന് അവൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ മോക്ക് ഫോൺ ചെയ്യുന്നു. അവളുടെ കമ്മല് തന്റെ കയ്യിലുണ്ടെന്നും പക്ഷെ തനിക്ക് ഇന്ന് ഓഫീസിൽ വരാൻ സാധിക്കില്ല, മറ്റൊരു സ്ഥലത്തേക്ക് വളരെ അത്യാവശ്യത്തിൽ പൊക്കോണ്ടിരിക്കുകയാണെന്നും കമ്മല് വേണമെങ്കിൽ അവിടെ വന്ന് തന്നെ കാണാനും മോക്ക് പറയുമ്പോൾ സാറ്റു അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ സാറ്റു രണ്ടുപേരെ കാണുന്നുണ്ട്. അവർ രണ്ടുപേരും മോക്കിന്റെ കോളേജ് ഫ്രണ്ട്സ് ആണ്. അതിൽ ഒരാള് ഡോക്ടറായ ഐഡ, രണ്ടാമത്തേത് പ്രൊഫസറായ സെയ് ആകട്ടെ മോക്കിനോട് നല്ല താല്പര്യമുള്ള കണക്ക് തന്നെയാണ് പെരുമാറുന്നതെങ്കിലും മോക്ക് അവളെ തീരെ മൈൻഡ് ആക്കുന്നില്ല. പകരം മോക്ക് സാറ്റോയാണ് കൂടുതൽ പരിഗണിക്കുന്നത് എന്ന് കാണുമ്പോൾ സെയ്ക്ക് നല്ല അസൂയയും ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവൾക്ക് ആ ഒരു കമ്മൽ അവൻ ഗിഫ്റ്റ് ചെയ്യുന്നു. കാണാതെ പോയി അവളുടെ കമ്മൽ തന്നെ. പക്ഷെ അതേ ടീം തന്നെ സെയ് തന്റെ വെറുമൊരു ഫ്രണ്ട് മാത്രമാണ്, വെറുതെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടില്ലേ എന്ന് പലതവണ പറയുമ്പോഴും അതൊന്നും ഞാൻ ഒന്നും ധരിക്കാൻ പോകുന്നില്ല, ഇനി ധരിച്ചാൽ തന്നെ അതൊരു കാര്യമാണോ, കാരണം നിങ്ങളും ഞാനും തമ്മിൽ ഒരിക്കലും സെറ്റ് ആവാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ആര് ഗേൾ ഫ്രണ്ട് ആയി കണ്ടാലും നിങ്ങളെ ആരും ഇഷ്ടപ്പെട്ടാലും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും സെയ്യെ മോക്കിന്റെ കൂടെ കാണുമ്പോൾ സാറ്റോയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ആവുന്നുണ്ട്. അവൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു ഭാഗത്ത് മോക്കിനെ തീരെ ഇഷ്ടമില്ലാത്തവൾ, മറുഭാഗത്ത് മോക്കിപ്പോ വേറൊരു പെൺകുട്ടിയുടെ
കൂടെ മിണ്ടുന്നു, ആ പെൺകുട്ടിക്ക് മോക്കിന് ഇഷ്ടമാണ് എന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇവൾക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ്. ഇനി ഇഷ്ടമില്ലാതെ ഇയാളെ തന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ ട്രൈ ചെയ്ത് എങ്ങാനും തനിക്ക് ഭയങ്കരമായി ഇഷ്ടം തോന്നി പോയോ എന്ന് പോലും അവൾ ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് പലതവണ അന്ന് ആദ്യമായി മോക്കിന്റെ സുഹൃത്ത് എന്ന രീതിയിൽ പരിചയപ്പെട്ട ഡോക്ടർ ഐഡയെ സാറ്റോ കാണുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയൊക്കെ സാറ്റോയ്ക്ക് ചുമ്മാ നോർമൽ ആണെങ്കിലും ഐഡയ്ക്ക് സാറ്റോയോട് ഒരു താല്പര്യം തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാറ്റോ സംസാരത്തിന്റെ ഇടയിൽ മോക്കിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശംസിച്ച് സംസാരിക്കുന്നവർ ഇഷ്ടമല്ലാത്തത്? ചിലപ്പോ ചിലര് ചുമ്മാ കാര്യം കാണാൻ പ്രശംസിച്ചു എന്നിരിക്കാം, പക്ഷെ ചില സാഹചര്യങ്ങളിൽ പ്രശംസിക്കേണ്ടത് കണ്ടാലും പ്രശംസിച്ചല്ലേ പറ്റൂ. നിങ്ങളെന്താ എല്ലാവരെയും വളരെ മോശമായ ഒരു കണ്ണോടുകൂടി പ്രശംസിച്ചു എന്ന പേരിൽ കാണുന്നത് എന്ന അവളുടെ ചോദ്യത്തിന് താൻ സമ്പന്നനായതുകൊണ്ട് എപ്പോഴും താൻ ചെയ്യുന്നതിലെ തെറ്റുകൾ തന്നെ പറഞ്ഞു തിരുത്താൻ നിൽക്കാതെ പ്രശംസിച്ചുകൊണ്ടിരുന്ന തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലാക്കിയ ചരിത്രം തന്റെ ലൈഫിലുണ്ടെന്നും അതുകൊണ്ടാണ് അങ്ങനെ പ്രശംസിക്കാതെ തന്റെ തെറ്റുകൾ കണ്ടാൽ ഉടനടി ചൂണ്ടിക്കാണിക്കുന്ന താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിച്ച് പോവാതെ അതിനെ എതിർത്ത് സംസാരിച്ചതിലെ ന്യായം പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളെ തനിക്ക് എത്ര ഇഷ്ടമെന്നും ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അന്ന് തന്നെ ആരും എതിർത്ത് സംസാരിക്കാത്തത് കൊണ്ട് തനിക്ക് എന്തും പറയാം എന്തും ചെയ്യാന്നുള്ള തോന്നലിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഡോഗിനെ നഷ്ടപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരുന്ന സാറ്റോയെ കളിയാക്കിയതെന്നും അവൾ ഒരു മുൻപരിചയമില്ലാഞ്ഞിട്ട് പോലും അങ്ങനെ കളിയാക്കിയത് തന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണെന്നും പക്ഷെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവൾ അന്ന് തന്നോട് തിരിച്ചു പെരുമാറിയ ആ ഒരു രീതി തന്നെ വളരെയേറെ അമ്പരപ്പിച്ചെന്നും അന്ന് മുതൽ തനിക്ക് അവൾ തന്റെ ലൈഫ് ലോങ് വേണമെന്നും തന്നെ തെറ്റുകളിൽ നിന്ന് പറഞ്ഞു തിരുത്താനായി തന്റെ കൂടെ ഒരു വഴികാട്ടിയായി അവൾ വേണമെന്നും താൻ ആഗ്രഹിച്ചു എന്നെല്ലാം മോക്ക് പറയുമ്പോൾ സാറ്റോ അതെല്ലാം കേട്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോഴും മോക്കിനോട് ഒരു ഇഷ്ടവും പ്രകടിപ്പിക്കാനായി സാറ്റോ തയ്യാറാവുന്നില്ല. അവൾക്കപ്പോഴും അവൻ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും അടുത്ത ദിവസം ഐഡ സാറ്റോയോട് അവളോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്ന സമയത്ത് ആകെ ഡിസ്റ്റർബ് ആവുന്നു. അവന്റെ ഈ ഒരു കൺഫെഷൻ കേൾക്കുന്ന സമയത്തെല്ലാം അവൾക്ക് മോക്കിനെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഐഡയുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മോക്കിനെ താൻ പ്രണയിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞവൾ അവന്റെ അടുത്ത് അത് പറയാനായി ഒരുങ്ങുമ്പോഴേക്കും അവൾ അറിയുന്ന ന്യൂസ് മോക്ക് ആക്രമിക്കപ്പെട്ടു, അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നതാണ്. അതായത് സേയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സേയ് പക്ഷെ ആ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറിയത് അവൾക്ക് മോക്കിനോടുള്ള താല്പര്യം കൊണ്ടാണെന്നും അതിന്റെ കലിപ്പിലാണ് മോക്കിനും സേയോട് താല്പര്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് മോക്കിനെ ആക്രമിച്ചതെന്നുമാണ് അറിയുന്നത്. അങ്ങനെ വേഗം ആ വിവരം അറിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് അവൾ ഓടി ചെല്ലുമ്പോൾ റൂമിന് പുറത്ത് പി എ ഉണ്ട്. എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് അവളൊരു പ്രതീക്ഷയിൽ ചോദിക്കുമ്പോൾ എല്ലാം ഇനി ദൈവത്തിന്റെ കയ്യിലാണെന്ന ഡോക്ടർമാര് പറഞ്ഞതെന്ന് പി എ ഭയങ്കര സങ്കടത്തിൽ പറയുമ്പോൾ ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട് അവൾക്ക് അവനോട് ഇഷ്ടം തോന്നിയത് ഒന്ന് തുറന്ന് പറയാൻ പോലും പറ്റാതെ അവൻ ഇങ്ങനെ പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. റൂമിലേക്ക് ചെല്ലുന്നവൾ പുതച്ചു മൂടി കിടക്കുന്ന മോക്കിനെ കണ്ട് എല്ലാം തീർന്നു, അവൻ തന്നെ വിട്ടിട്ട് പോയിന്ന് ആകെ സങ്കടപ്പെട്ട് അലമുറ ഇടുമ്പോഴേക്കും മോക്ക് ആ പുതപ്പ് മാറ്റി അവളെ കളിയാക്കുന്നു. അത് കാണുന്ന അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. താൻ എന്താണോ ആളെ പറ്റിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് അവൾ ബഹളം വെക്കുമ്പോൾ ഒരിക്കലും നിന്നെ പറ്റിക്കാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല, സത്യം പറഞ്ഞാൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് ചില ഫോട്ടോസ് കാണിക്കുന്നു. അത് അവളുടെ ഫോട്ടോസ് ആണ്. അവളോടുള്ള പ്രണയം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവൻ അവളുടെ ഒരു ഫോട്ടോ മാത്രം കയ്യിൽ സൂക്ഷിക്കാതെ, പൊതുവെ ആളുകളെ പേഴ്സിലൊക്കെ ഒരു ഫോട്ടോ സൂക്ഷിക്കുകയല്ലോ പ്രിയപ്പെട്ട ഒരാളുടെ, ഇത് പേഴ്സിലായിട്ട് ഒരു ഫോട്ടോ സൂക്ഷിക്കാതെ അവളുടെ പലപ്പോഴായി അവള് പോലും അറിയാതെ ക്ലിക്ക് ചെയ്ത് പല ഫോട്ടോസ് ഇങ്ങനെ ഒരു ബണ്ടിലായി തന്നെ അവന്റെ പോക്കറ്റിൽ എപ്പോഴും ഇട്ട് നടക്കാറുണ്ടായിരുന്നു. അവനെ ആക്രമിച്ച ആള് കത്തിയെടുത്ത് ചെസ്റ്റിൽ കുത്തിയപ്പോ കറക്റ്റ് അത് കൊണ്ടു കയറിയതാട്ടെ ഈ ഫോട്ടോസിന്റെ മേളിൽ. അതൊരു ബണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫോട്ടോസിന്റെ അവിടം വരെ കത്തി കുത്തി ഇറങ്ങിയുള്ളൂ, ഭാഗ്യത്തിന് ചെസ്റ്റിലോട്ട് കയറിയില്ല. കണ്ടോ, നീ കാരണം ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് മോക്ക് ഭയങ്കര ഹാപ്പി ആവുമ്പോ എടോ താൻ ഞാൻ അറിയാതെ ഇത്രയും ഫോട്ടോസ് എന്റെ എടുത്തായിരുന്നു എന്നായിരുന്നു അവൾ അപ്പോൾ ദേഷ്യപ്പെടുന്നത്. കൂടാതെ തനിക്ക് എന്തോ പറ്റിയെന്നോർത്ത് ടെൻഷൻ അടിച്ച് ഓടി വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. തന്റെ ഇഷ്ടം തുറന്നു പറയാനായി നോക്കിയ സമയത്ത് ഇവൻ ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽപ്പെട്ടെന്ന് അവൾ വല്ലാണ്ട് പേടിച്ചു പോയിരുന്നില്ല. ആക്ച്വലി വലിയ പ്രശ്നമൊന്നും ആയില്ലെങ്കിലും അത് പറയാതെ ഇവളെ പേടിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിക്കാനായി മോക്കിനും പി എക്കും സാധിച്ചു. അതിന്റെ ടെൻഷനിൽ അവൾ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. കാരണം അവൾ ഇഷ്ടം തുറന്നു പറയാനായി തീരുമാനിച്ചിരുന്നു എന്നത് അവൻ അറിയില്ലല്ലോ. അടുത്ത ദിവസമായിട്ട് അവൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവളുടെ ക്യാബിനിൽ നിന്ന് മാറ്റി അവളെ അവന്റെ ക്യാബിനിൽ ഒരു ടേബിളും ചെയറും ഒക്കെ കൊടുത്ത് അവിടെ കൊണ്ടിരുത്താണ്. അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലവേഴ്സ് അല്ലേ, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ലാന്ന് അവൻ പറയുന്ന ടീം. അതിന് ഞാൻ തന്നോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അവൾ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ കഴിഞ്ഞ ദിവസം അതാണ് പറയാൻ വന്നതെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുമ്പോൾ അവൾക്ക് അതിലും വലിയ വാശി. എങ്കിലേ ഇപ്പൊ തുറന്നു പറയാൻ സൗകര്യമില്ല, തന്റെ ഗേൾ ഫ്രണ്ട് അവനും പോകുന്നില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന അവൾ ഞാനേ ജോലി റിസൈൻ ചെയ്യാൻ പോവാ, ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഇത്തവണ അവൻ അങ്ങനെ അവളെ തടയാനായി പോകുന്നില്ല. അവൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയെങ്കിലും അവൾ വന്നതുമില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അവളിപ്പോ
മറ്റേതോ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അവളെ വന്ന് കാണുന്ന മോക്കിന്റെ അസിസ്റ്റന്റ് അവൾ കമ്പനിയിൽ ജോലി ചെയ്തതിനുള്ള കോമ്പൻസേഷൻ ആണെന്ന് പറഞ്ഞ് ഒരു പെട്ടി നിറയെ കാശ് കൊടുക്കുന്നു. ആദ്യം അവളത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ ജോലി ചെയ്തതിൻ്റെതാണ്, ഇങ്ങനെ പിരിയുന്ന സമയത്ത് കുറച്ച് കാശ് കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, അത് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അത് അവളെ ഏൽപ്പിക്കുന്നു. ഒരു പെട്ടി നിറയെ കാശ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഡൗട്ട് വരുന്നവൾ ഒരു വേൾഡ് ടൂർ അങ്ങ് പോകാന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരി ആ കാശും കൊണ്ട് കറങ്ങി അടിച്ച് നടന്ന് ഒരു ദിവസം റിലാക്സ്ഡ് ആയി വിശ്രമിക്കുന്ന സമയം ഫോട്ടോസ് ഒക്കെ ഒന്ന് നോക്കാന്ന് കരുതി എടുത്ത ഫോട്ടോസ് ഒക്കെ സൂം ചെയ്ത് പരിശോധിക്കുന്ന സമയത്താണ് എല്ലാ ഫോട്ടോയിലും കോമൺ ആയി ഒരു കാര്യം കണ്ട് അവൾ ഞെട്ടുന്നത്. മറ്റൊന്നുമല്ല, അവൾ എവിടെയൊക്കെ പോയിരുന്നോ അവിടെയെല്ലാം അവളെ പിന്തുടർന്ന് മോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോയിലെല്ലാം കറക്റ്റ് അവൻ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും അവൻ വന്നിട്ടുണ്ടാവും എന്ന് തോന്നവള് അതേ മതി ഒളിച്ചിരുന്നത്, ഒന്ന് മുന്നിൽ വരാവോ ശല്യം എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അവളുടെ മുന്നിൽ അവൻ വന്ന് നിൽക്കുന്നു. എന്നെ വിട്ടിട്ട് പോവല്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് ആദ്യം കണ്ടപ്പോൾ തുടങ്ങിയ അതേ ഡയലോഗ് ഇപ്പോഴും അയാൾ ആവർത്തിക്കുമ്പോൾ എന്റെ ദൈവമേ, ലൈഫില് ഇയാളെ കണ്ടുമുട്ടിയതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പടി എന്നുള്ള രീതിയിൽ അവളും നിൽക്കുകയായിരുന്നു. ആക്ച്വലി അവൾക്കും മോക്കിനെ ഇഷ്ടമാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ എന്തോ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അവളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും മോക്ക് വിട്ടിട്ട് പോകുന്ന ലക്ഷണവും ഇല്ല. എന്തായാലും ഒടുക്കം രണ്ടുപേർക്കും ഇടയിൽ പ്രണയം കോമൺ ആയി ഉള്ളത് കൊണ്ട് അവർ ഒന്നിക്കും എന്നത് തീർച്ച. അങ്ങനെ ഇവരുടെ രസകരമായ ഈ ഒരു കഥ കാണിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.